എന്തിനാണ് അങ്ങ് പോലീസുകാരോട് ഇങ്ങനെ തട്ടിക്കയറിയത്? ഇത്രമാത്രം ആക്രോശിക്കാൻ എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഹലോ, കേൾക്കാമോ വിജിൻ? സ്വാഭാവികമായിട്ട് ഇന്ന് KGNAയുടെ ഒരു സമരത്തിന്റെ ഉദ്ഘാടകനായിട്ട് അവരെന്നെ വിളിച്ചതാണ്. നഴ്സുമാരുടെ ഒരു സമരം, അവരുടെ ഒരു ന്യായമായ മുദ്രാവാക്യം എടുത്തുപിടിച്ചുകൊണ്ടുള്ള സമരത്തിന് ഉദ്ഘാടകനായി അവരെന്നെ വിളിച്ചു. കുറെ നാളുകൾക്ക് മുന്നേ തീരുമാനിച്ച ഒരു സമരമാണ്. ആ സമരത്തിന്റെ വാർത്ത ഇന്നത്തെ മാധ്യമങ്ങളിലും എല്ലാം ആ സമരത്തിന്റെ വാർത്ത കൃത്യമായിട്ട് വന്നതാണ്. നേരത്തെ തന്നെ 11 മണിക്ക് സമരം നടക്കുന്നു, MLA എന്ന നിലയിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നൊക്കെ നേരത്തെ വന്നതാണ്. അപ്പോൾ ഞാൻ സമരത്തിന് ഒരു 11:20 ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ സാധാരണ മതിലിനോട് ചേർന്നിട്ടാണ് ഉണ്ടാവുക. ഇത് ഗേറ്റിനകത്തായിരുന്നു ഇവർ ഉൾപ്പെടെ. അപ്പോൾ ഞാൻ ഗേറ്റിനകത്തേക്ക് കയറിപ്പോയി. ഞാൻ കയറി ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെയുള്ള മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ ചോദിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞതാണ്, നമുക്ക് പുറത്തേക്ക് പോകേണ്ട സമരമാണ്, നമുക്കിത് പുറത്തേക്ക് പോയിട്ട് സമരം നിർവഹിക്കാം. കാരണം അവർക്ക് അറിയില്ലായിരുന്നു ഈ ഗവൺമെന്റ് നഴ്സുമാർക്ക് അങ്ങനെ, കാരണം തടയാൻ പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല, ഗേറ്റിന് പോലീസുകാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്വാഭാവിക ഗേറ്റ് തുറന്നത് കണ്ട് അവർ അകത്തേക്ക് കയറി പോയതാണ്. പക്ഷേ അവിടെ ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന SI വളരെ മോശമായിട്ട് അവിടെയുള്ള മാധ്യമപ്രവർത്തകരെല്ലാം കണ്ടതാണ്. ഒരു ജനപ്രതിനിധിയിൽ പ്രശ്നത്തെ പരിഹരിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം വളരെ മാന്യമായിട്ട് എന്നോട് നമുക്കൊന്ന് പുറത്തു പോയിട്ട് സമരം ചെയ്യാമെന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. എനിക്കെതിരെ കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി സംസാരിച്ച ഘട്ടത്തിലാണ്. എങ്കിൽ ഇവിടുന്ന് തന്നെ നിങ്ങൾ കേസെടുക്കും, ഇവിടുന്ന് തന്നെ നമ്മൾ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റ് സമരമാണ്. സമരം ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ സ്വാഗതം തുടങ്ങിയ ഘട്ടത്തിൽ SI മൈക്ക് തട്ടിയെടുത്തു. ഞാൻ നിൽക്കുന്ന എന്റെ മുന്നിൽ നിന്നാണ് മൈക്ക് തട്ടിയെടുക്കുന്നത്. തട്ടിയെടുത്തിട്ട് ഈ പരിപാടിക്ക് വിടില്ല എന്ന് SI പറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ പ്രതികരിക്കാതെ നിന്നു. വളരെ സമാധാനപൂർവ്വം മൈക്കില്ലാതെ സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് മൈക്കില്ലാതെ സംസാരം തുടങ്ങിയപ്പോൾ SI തന്നെ മൈക്ക് അവിടെയുള്ള ഒരാളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അയാൾ ദൂരേക്ക് നടന്നുപോയി. പിന്നീട് ഞാൻ 5 മിനിറ്റാണ് ആകെ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. ഉദ്ഘാടന പ്രസംഗം നടത്തി നിൽക്കുമ്പോൾ ഒരു വനിതാ പോലീസ് ഒരു ബുക്ക് കൊടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേര് വേണം, കേസെടുക്കാനാണ്. അപ്പോൾ ഞാൻ അവരോട് പ്രതികരിച്ചു, നിങ്ങൾ ഇങ്ങനെയാണ് കേസെടുക്കുക, പേരൊക്കെ എഴുതിയെടുത്തിട്ടാണോ? അപ്പോൾ നാളത്തെ പത്രത്തിൽ വരും, നിങ്ങൾ അപ്പോൾ എഴുതിയെടുത്തോളൂ എന്നാണ്. പക്ഷെ ഇത് ഇവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ വളരെ സൗമ്യമായി, നമുക്ക് ഒരു പ്രയാസമില്ലാതെ. ഉദ്യോഗസ്ഥയ്ക്ക് അറിയാത്തത് MLA ചൊടിപ്പിച്ചോ? അല്ല, എനിക്ക് പേരിൻ്റെതല്ല അവിടെ ഉണ്ടായ പ്രശ്നം. നിങ്ങൾ മാതൃഭൂമിയുടെ വാർത്ത തന്നെ ആ എങ്കിളിലാണ് കൊണ്ടുപോകുന്നത്. കേൾക്കുന്ന ജനങ്ങൾ വിചാരിക്കുക MLAയുടെ എന്റെ പേര് ചോദിക്കുന്നത്. അല്ല, ഒറ്റ കാര്യമാണ്. ഇല്ല, ഞാൻ ഒറ്റ കാര്യമാണ്, ഒരിക്കലും എന്റെ പേര് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്, വ്യക്തിപരമാണ്. കാരണം എന്റെ പേര് എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. അങ്ങനെ രാഷ്ട്രീയവും നമ്മൾ ആരും ഉണ്ടാകരുത്. അതിന് MLA ആയതുകൊണ്ട് എല്ലാവരും പേര് അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്ന ഒരാളല്ല, അങ്ങനെ ഇടപെടുന്ന ഒരാളുമല്ല. പക്ഷേ ഒരു സമരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമരത്തിനിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ SI വളരെ മോശമായിട്ട് ആദ്യം തന്നെ എന്നോട് പ്രതികരിക്കുന്നു. പിന്നീട് സംസാരിച്ചുകൊണ്ടിരിക്കെ മൈക്ക് തട്ടിപ്പറിക്കുന്നു. പിന്നീട് ഞാൻ പ്രസംഗിച്ചു തീർന്ന് അടുത്ത പ്രാസംഗികനെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അങ്ങ് പോലീസ് ഉദ്യോഗസ്ഥരോട് നിങ്ങളൊക്കെ ആരാണ് പോലീസ് ആക്കിയത്, നിങ്ങളൊക്കെ ആരാണ് SI ആക്കിയത്, അങ്ങനെയൊക്കെ ചോദിച്ചു? അതൊരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു സാധാരണ പൗരൻ എന്ന രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് ആ തരത്തിലൊക്കെ ചോദിക്കുന്നത് അല്ല, അത് സ്വാഭാവിക വീഡിയോയിലുണ്ടല്ലോ. അത് ഉണ്ടായ സാഹചര്യം അവിടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ, ഞാനത് നിഷേധിക്കുന്നില്ല, അത് വീഡിയോയിൽ വ്യക്തമായിട്ടുള്ളതാണ്. കാരണം അങ്ങേയറ്റം പ്രകോപനത്തിലേക്ക് ആ ഒരു സബ് ഇൻസ്പെക്ടർ എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പ്രയാസവുമില്ലാതെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സമര ഇടം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊരു സമരം നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പരിപാടി നടത്തുന്നു, നിങ്ങളൊരു മൈക്കിലൂടെ സംസാരിക്കുന്നു, ആ മൈക്ക് തട്ടിപ്പറിച്ചാൽ നിങ്ങൾക്കുണ്ടാവുന്ന പ്രതിഷേധം എന്താ? ഞാൻ വളരെ മാന്യമായിട്ട് ഈ സമരക്കാരെ പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോ രാഷ്ട്രീയപരമായിട്ട് എന്നോട് ഒരു SI പെരുമാറുകയാണ്. ഞാൻ അവിടെ പ്രകോപനം ഉണ്ടാക്കാൻ പോയതോ ഇത് പ്രകോപനപരമായ ഒരു സമരമൊന്നുമല്ല. ഞാൻ നഴ്സുമാരുടെ സ്വാഭാവികമായിട്ട് അവർ നടത്തുന്ന സമാധാനപരമായ ഒരു സമരത്തിന്റെ ഉദ്ഘാടകനായി പോയതാണ്. ഒരു പ്രകോപനം ഉണ്ടാക്കണമെന്ന് മുൻകൂർ ധാരണയിൽ പോയതൊന്നുമല്ല. അവിടെ SIയുടെ പെരുമാറ്റം പല രൂപത്തിൽ പ്രകോപനത്തിലേക്ക് എത്തിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടി വന്നത്. ഞാൻ മറ്റു പോലീസുകാരെ എനിക്കറിയില്ല. പക്ഷേ നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളെ അനുസരിച്ച് പോകുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ ഉണ്ടായത് ആ SIയുടെ ഭാഗത്ത്. ഞാൻ ചോദിക്കട്ടെ, എന്താ ആ സമരം അകത്തേക്ക് കയറാനുണ്ടായ സാഹചര്യം എന്താ? നേരത്തെ അനൗൺസ് ചെയ്ത സമരത്തിനായി എന്തായാലും വ്യക്തമായിട്ടുണ്ട്, അങ്ങ് പറഞ്ഞതിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്നതിൽ വ്യക്തത വന്നിട്ടുണ്ട്.